ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഇന്നൊരു പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ തസ്തിക വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു തസ്തികയാണ്. നിലവിലൊരു 3 വേക്കൻസികൾ വന്ന സമയത്ത് 630/2023 എന്നുള്ള കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ഒക്ടോബർ 30 പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള പരീക്ഷ. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 മാർക്കാണ്. ഓക്കെ, നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിൻ്റെ ആ ഒരു ലിസ്റ്റ് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്താലോ? യെസ്, അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ദി ഫോളോയിങ് ഈസ് ദി ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് ദി രജിസ്റ്റർ നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ് ഹു ആർ ഫൗണ്ട് പ്രൊവിഷണലി എലിജിബിൾ ടു ബി കോൾഡ് ഫോർ ഇൻ്റർവ്യൂ സബ്ജക്റ്റഡ് ടു വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നു. ഇനി എന്ത് സംഭവിക്കും? ഇനിയൊരു വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അതായത് ഫിസിക്കലായിട്ട് നിങ്ങൾ കേരള PSCയുടെ ഓഫീസിൽ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ആ ഇൻ്റർവ്യൂവിന് ശേഷമായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്നുണ്ടാവുക. അസിസ്റ്റൻറ്റ് ഡയറക്ടർ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അതിൻ്റെ ഒരു എക്സാം ആയിരുന്നു. 630/2023 ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ പേ സ്കെയിൽ കാണാൻ വേണ്ടി സാധിക്കും. 30/10/2024 നടന്ന എക്സാം അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു പ്രഡിക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത മാർക്ക് എത്രയാണ്? അറൗണ്ട് ഒരു 45+ അല്ലേ, നിയർലി 45 ആ ഒരു റേഞ്ചിൽ വരാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ 52 എന്നുള്ള കട്ട് ഓഫ് ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. കുറേ പേര് അപ്പോഴൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ 45 ഒന്നും വരില്ല, അത്ര മാർക്ക് കിട്ടിയ ആൾക്കാരൊന്നും ഇല്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ നോക്കിയേ, നമുക്ക് അധിക പേരെയൊന്നും ലിസ്റ്റിൽ ആവശ്യമില്ല അല്ലേ? അപ്പം നല്ല ടോപ്പ് മാർക്ക് കിട്ടിയ ഒരു 10 പേര് മതി. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു 12 പേരോളം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് കണ്ടോ, 10 പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 മാർക്കാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ടോപ്പ് മാർക്ക് കിട്ടിയ ഒരു 52, 55, 58, 60 അതൊക്കെ മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ടാവും. സ്വാഭാവികമാണ്. എത്ര പേര് പരീക്ഷ ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ചെറിയ വേക്കൻസികൾ വരുന്ന പരീക്ഷകളിൽ സാധാരണ രീതിയിൽ കട്ട് ഓഫ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് തന്നെയാണ് വരാറ്. കാരണം നമുക്കൊരിക്കലും അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 10 പേരെ കാണാം. ദെൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഓരോ കാറ്റഗറിയിലും 5 പേരെ വീതം എന്നുള്ള രീതിയിൽ അവരങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര പേരുണ്ട്? യെസ്, മെയിൻ ലിസ്റ്റിൽ 10 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 60 പേര്, ദെൻ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള 12 പേര്. ടോട്ടൽ 82 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കണ്ടോ, കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 മാർക്കാണ്. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുള്ള 1 ടൈം വെരിഫിക്കേഷൻ്റെ ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ലഭിക്കുന്നതായിരിക്കും. ആ സമയത്ത് കൃത്യമായിട്ട് പോയിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നുണ്ടാവുക. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്